friends, welcome back to another episode of Nanma's World of Books, the book world. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഏത് ബുക്കാണെന്ന് അറിയോ? ജെഫ് കിനിയുടെ ഡയറി ഓഫ് വിംപി കിഡ് ഡയപ്പർ ഓവർലോഡഡ്. അപ്പോൾ ഈ ഒരു പുസ്തകമാണ് ഡയറി ഓഫ് വിംപി കിഡിലെ ഡയപ്പർ ഓവർലോഡഡ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പുസ്തകം ഇറങ്ങിയതിൽ സെക്കൻഡ് ലാസ്റ്റ് ബുക്കാണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ഒരു ബുക്ക് ആക്ച്വലി പറഞ്ഞാൽ ഗ്രെഗ് ഹെവ്ലിയുടെ ബ്രദറുണ്ട്, എൽഡർ ബ്രദർ. ഓക്കെ, യങ്ങർ ബ്രദർ മാനിയാണ്, എൽഡർ ബ്രദറുണ്ട് റോഡ്രിക്. നമ്മൾ റോഡ്രിക് റൂൾസിലൊക്കെ വായിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ എൽഡർ ബ്രദറിന് ആക്ച്വലി ഒരു ബാൻഡുണ്ട്. ആ ബാൻഡിൻ്റെ പേരാണ് ഡയപ്പർ ഓവർലോഡഡ്. അപ്പോൾ ഈ ബാൻഡിനെ അവർ കുറച്ചുകൂടെ ബിഗ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫേമസ് ആക്കാൻ വേണ്ടി മെറ്റലി ചൂഹാസ് എന്ന് പറയുന്ന വേറൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അത് അവരുടെ റോൾ മോഡലാണ്. അപ്പോൾ ആ ബാൻഡിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നു. പക്ഷെ ഇവർക്ക് പൈസ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക, മെറ്റലി ചൂഹ എന്ന് പറയുന്ന ബാൻഡിനെ കുറച്ച് ഒന്ന് കോപ്പി ചെയ്യും, അവരുടെ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ നോക്കും. സോ ബേസിക്കലി അപ്പോൾ ഇവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എനിവേ, ഇതിൻ്റെ ഫോണ്ടൊക്കെ നമ്മുടെ ഡയറീസൊക്കെ പോലെ തന്നെയാണ്. ഇതിൽ കുറച്ച് സോങ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതിൽ കുറച്ച് സോങ്സ് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. ആക്ച്വലി ഇവരുടെ ബാൻഡിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് കുറച്ചെല്ലാം നല്ല ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. എനിവേ, അപ്പം ഇവർ 4 പേരുമാണ് ഈ ബാൻഡിൽ ബേസിക്കലി ഈ ബാൻഡ് നടത്തുന്നത്. റോഡ്രിക്, അതുപോലെ തന്നെ മാക്കി, ബില്ലാണ് അതിൽ എൽഡസ്റ്റ് മെമ്പർ, അതുപോലെ ഡ്രൂ. ഇവർ 4 പേര്. ഇവർ 3 പേര് ഹൈസ്കൂളിലുള്ളൂ, കാരണം ബില്ല് നല്ല വലിയൊരാളാണ്. ഓൾസോ കണ്ടോ, ആദ്യം അതായത് ഈ റോഡ്രിക്ക് പറഞ്ഞു ഇവർക്ക് റോഡ്രിക്കിൻ്റെ ബാൻഡിന് ഒരു നോട്ടീസ് കിട്ടി. അതായത് ഒരു ലോഡഡ് ഡൈപ്പർ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കാർഡുണ്ട്. അപ്പോൾ ആ ട്രേഡിംഗ് കാർഡിൻ്റെ ഒരു പോപ്പുലർ ട്രേഡിംഗ് കാർഡിൻ്റെ പേരാണ്. സോ ഇവരുടെ ബാൻഡിൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ എന്താണ്, കണ്ടോ, ലോഡഡ് ഡൈപ്പർ. സോ ഇവരുടെ ബാൻഡിൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ they will file a case against them. കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ഇവർക്ക് അതിൽ പേര് മാറ്റാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു റോഡ്രിക്കിന്. അപ്പോൾ റോഡ്രിക്ക് പറഞ്ഞു എന്തൊക്കെയായാലും നമുക്കിതിന് ഫൈറ്റ് ചെയ്ത് പോകാമെന്ന്. പക്ഷെ ബാക്കി 3 പേർക്കും കേസും വഴക്കുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. സോ അവർ 3 പേരും എന്ത് ചെയ്തു? ബാൻഡ് ക്വിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവർക്ക് എതിരാളികളായിട്ട് വന്ന ഒരു ബാൻഡായിരുന്നു സ്റ്റാങ്ക്. എന്നിട്ട് ഒരു കാര്യം പറ്റി, ആ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, അതാണ് ട്വിസ്റ്റ്. ആക്ച്വലി ആ ട്വിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. ഇതാണ് സ്റ്റാങ്ക് എന്ന് പറയുന്ന ബാൻഡ്, അവരുടെ ഒരു ഓഡിഷനാണ്. സോ ഇത്രയേ ഉള്ളൂ. എനിവേ, അപ്പോൾ ഇത് കണ്ടോ, ആ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ആ ഫോട്ടോ ആണ് നമ്മുടെ എന്താ പറയുക ഫൈനൽ ട്വിസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഫോട്ടോ. സോ അത് കാണിച്ചിട്ട് കാര്യമില്ല, ഞാൻ അവരുടെ തന്നെ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ലോഡഡ് ഡൈപ്പേഴ്സിൻ്റെ സ്റ്റിക്കർ അല്ലെങ്കിൽ ലോഗോ എന്നൊക്കെ പറയാം നമുക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റേ ബേബി ഫോട്ടോഷോപ്പ് കടയിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ക്യൂട്ടായിട്ട്. ഒരു റോക്ക് ബാൻഡാണ്. എന്നിട്ട് അവർ ബാൻഡായിട്ട് അവരിങ്ങനത്തെ ഫോട്ടോസൊക്കെ കുഞ്ഞു പിള്ളേരെ എടുക്കുന്നത്.
അപ്പോൾ ഇതിൽ അവരുടെ റോൾ മോഡൽസ് ഉണ്ട്. അവരുടെ പേരാണ് മെറ്റലി ഷൂഹാസ്. ഞാൻ അവരെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആക്ച്വലി മെറ്റലി ഷൂഹാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബുക്ക് ആക്ച്വലി ഞാൻ വിംപി കിഡ് വായിക്കുന്ന എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. വിംപി കിഡ്, അതുപോലെ ഡയറി ഓഫ് വിംപി കിഡ്, ഡോഗ് ഡയറീസ് ഒക്കെ, ടോം ഗേറ്റ്സ് ഒക്കെ വായിക്കുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ദിസ് ആക്ച്വലി എ പ്രെറ്റി നൈസ് ബുക്ക് ഫോർ മീ. യാ, ഇറ്റ്സ് എൻ ഓക്കെ ബുക്ക്. പക്ഷെ ഇതിൽ ഓക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ നോ ബ്രെയിനർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ വായിച്ചു. അപ്പോൾ അതിൻ്റെ ആക്ച്വലി ആ ബുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. ആ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അത് ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞൊരു ബുക്കാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അത് എൻ്റെ കയ്യിലില്ല. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. സോ എനിവേ, ടൈപ്പ് ഓവർലോഡഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പുസ്തകം. വിംപി കിഡിൻ്റെ പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഏതൊക്കെ വായിച്ചു? ഫസ്റ്റ് ബുക്ക് വായിച്ചു. ഞാൻ മെൽഡൗൺ വായിച്ചു. അത് ഞാനിപ്പോൾ ഈ അടുത്താണ് വായിച്ചത്. അതെൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത് തന്നെ ഇടും. ഓക്കെ, ഏറ്റവും അടുത്ത് തന്നെ ഞാൻ മെൽഡൗണിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അത് ഞാൻ അടുത്ത് തന്നെയാണ് വായിച്ചത്. ഇപ്പോൾ വായിച്ചു തീർത്തേ ഉള്ളൂ, 2-3 ദിവസമുള്ളൂ. മെൽഡൗൺ, പിന്നെ ഓൾഡ് സ്കൂൾ, റോഡ്രിക് റൂൾസ് ഓഫ് കോഴ്സ്, പിന്നെ ബ്രേക്കിംഗ് ബോളൊക്കെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് വായിച്ചത്. ബ്രേക്കിംഗ് ബോൾ അത്രയൊക്കെ തന്നെ. നോ ബ്രെയിനർ അതൊക്കെ തന്നെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ ബൈ.